ബാബുസ് മിൽക്ക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാതെ പോകുന്ന സത്യങ്ങളെന്നുള്ളതാണ് നമ്മുടെ വിഷയം. പൊതുജനങ്ങളിലെ പൊതുമാധ്യമങ്ങളിലെ വരാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട്. അതും ആണ് ഈ ചാനലിലൂടെ ആളുകളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കർഷകരെയും പൊതുജനത്തെയും ഒരുപോലെ പറ്റിക്കുന്ന പാൽ കച്ചവടത്തെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എരുമ, പശു, ആടൊക്കെ ഉണ്ടായിരുന്നു. പാല് ഭൂരിപക്ഷം ആളുകളും കടകളിലാണ് കൊടുത്തിരുന്നത്, ചില ആളുകൾ സൊസൈറ്റിയിൽ കൊടുത്തിരുന്നു. അന്ന് ഒരു ഗ്ലാസ്സിൽ പാലെടുത്തിട്ട് ഒരു ഗ്ലാസ് പാലെടുത്ത് ഒന്ന് ചുറ്റിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാലും ആ പാലിൻ്റെ പാട് ആ ഗ്ലാസ്സിൽ നിന്ന് മാറില്ലായിരുന്നു. അത്ര കൊഴുപ്പുള്ള പാലായിരുന്നു. സൊസൈറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പാലളന്ന് മേടിക്കുമ്പോൾ പാലിൻ്റെ കൊഴുപ്പ് നോക്കും. നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. കൊഴുപ്പ് കുറഞ്ഞ പാല് സൊസൈറ്റികളിൽ എടുക്കാറില്ല. അങ്ങനെയുള്ള പാലുകളാണ് എടുത്തുകൊണ്ടിരുന്നത്. നേരത്തെയൊക്കെ കുപ്പികളിലായിരുന്നു പാല് വിതരണം ചെയ്തത്, ഇപ്പോൾ പാക്കറ്റിലൊക്കെയായി. ഞാൻ തമിഴ്നാട്ടിൽ ചില പാൽ സൊസൈറ്റികളെ സന്ദർശിക്കാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട്. എരുമപ്പാലും പശുവും പാലും ഒക്കെ അവരവിടെ സൊസൈറ്റിയിൽ എത്തിക്കുന്നുണ്ട്. ഞാൻ കണ്ട ഒരു സംഗതി, വളരെ നല്ല കൊഴുപ്പുള്ള പാലാണ് അവരവിടെ എത്തിക്കുന്നത്. ഈ സൊസൈറ്റിയിൽ ഒരു ഡ്രമ്മ് പോലെ ഒരു സാധനത്തിനകത്ത് ഈ പാലെല്ലാം അളന്ന് ഓരോ ആളുകളുടെയും പാൽ അളന്നൊഴിക്കുന്നു. അതിനകത്തൊരു ഷാഫ്റ്റും അതിൽ 1-2 ലീഫും ഉണ്ട്. അത് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട്. 1 മിനിറ്റ് കൊണ്ട് അല്ല 2 മിനിറ്റ് കൊണ്ട് ഈ പാലിനകത്ത് നെയ്യെല്ലാം പൊങ്ങി വരുന്നതായിട്ട് കാണാൻ കഴിയും. വെറും പച്ചപ്പാലാണ് പാലിനകത്ത്. ഈ മെഷീനകത്ത് ഇത് കറങ്ങിക്കഴിയുമ്പോൾ നെയ്യെല്ലാം പൊങ്ങി വരും. ആ നെയ്യ് അവർ കോരിയെടുക്കും. നെയ്യ് കോരിയെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പാല് അവർ വലിയ പാത്രങ്ങളിലാക്കി ലോറികളിലും മറ്റു വാഹനങ്ങളിലുമായിട്ട് നഗരങ്ങളിലേക്കും കേരളം പോലുള്ള മറ്റ് സ്റ്റേറ്റുകളിലേക്കും വിടുന്നതായിട്ടാണ് ഞാൻ കണ്ടത് പല സൊസൈറ്റികളിലും. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് പാൽ ഉറയൊഴിക്കും. ഉറയൊഴിച്ച് പുളിച്ച് കഴിയുമ്പോൾ അമ്മമാർ കടകോല് കൊണ്ടത് കടഞ്ഞിട്ട് നെയ്യെടുക്കും. പാലിനകത്ത് നെയ്യെടുത്ത് അതൊക്കെ, അല്ലെങ്കിൽ തൈരായിട്ട് തൈരിനകത്ത് നെയ്യെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെറും മോരാണ്. മോരും വെള്ളം. നെയ്യെടുത്ത് കഴിഞ്ഞാൽ ആ മോര് വെള്ളം എടുത്ത് ഗ്ലാസ്സിനകത്ത് നമ്മൾ കുലുക്കി നോക്കുക, ഒന്നും പ്രത്യേകിച്ച് അറിയാനില്ല. അത് പാലെടുത്താന്ന് പോലും അറിയില്ല. നെയ്യ് പോയി കഴിഞ്ഞാൽ പിന്നെ വെറും അത് മോരും വെള്ളമാണ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലെ മറ്റും പാലിനകത്ത് നെയ്യ് എടുത്തു കഴിഞ്ഞാൽ വെറും പാലും വെള്ളമാണ്. അതിനകത്ത് ഒരംശവും ഇല്ല. ഈ സാധനമാണ് നമ്മുടെ നാട്ടിലേക്ക് അല്ല മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വരുന്നത്. കേരളത്തിലും വിഭിന്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കെന്നെ സംബന്ധിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്ക് അറിയില്ല. എങ്കിലും എനിക്കൊന്നുള്ള സംശയങ്ങൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട പൊതുജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ പാൽ വിതരണ സ്ഥാപനങ്ങളും, ഒന്നിൻ്റെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, നെയ്യ് വിതരണം ചെയ്യുന്നുണ്ട്. നല്ല നെയ്യ് വിതരണം ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ നെയ്യ് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ നെയ്യ് കിട്ടണേ പാലിൽ നിന്നല്ലേ. ഈ പാലിൽ നിന്ന് നെയ്യ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? വെറും പാലും വെള്ളം. ശരിയല്ലേ? സ്വാഭാവികമായിട്ടും ചിന്തിച്ച പാലിൽ നിന്ന് ഇവർ ഏതെങ്കിലും രീതിയിൽ നെയ്യ് എടുക്കുന്നുണ്ട്. കാരണം എല്ലാ പാൽ വിതരണ സ്ഥാപനങ്ങൾക്കും നെയ്യ് അവരുടെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റ് നെയ്യ് മാറ്റി കഴിഞ്ഞാൽ ആ പാലിനകത്ത് പിന്നെ എന്താ ഉള്ളത്? വെളുത്ത വെള്ളം മാത്രമാണ്. അല്ല, പാലും വെള്ളവും നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. ഇത് നമ്മൾ 1/2 ലിറ്റർ 28 രൂപയ്ക്കും 30 രൂപയ്ക്കും വാങ്ങിക്കുന്നുണ്ട്. അതിൽ തന്നെ കൊഴുപ്പ് കൂടുതലും കൊഴുപ്പ് കുറഞ്ഞതും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ നെയ്യ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എങ്ങനെയാണ് ഈ കൊഴുപ്പ് വരുന്നതും കൊഴുപ്പ് കൂടുന്നതും എന്ന് എങ്ങനെ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു സംഗതി, തമിഴ്നാട്ടിലെ അതാത് സൊസൈറ്റികളിലെല്ലാം അവർ നെയ്യ് എടുത്തിട്ടാണ് വിതരണം ചെയ്യുന്നത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോഴും കട്ടത്തൈര്
പാട്ടത്തൈരെന്ന് പറയും, കട്ടത്തൈര് ഇവിടെ ഹോട്ടലുകളിലൊക്കെ പറയുന്നത്. നല്ല ഒറ്റ കട്ടയായിട്ടിരിക്കുക തൈര്. അവരവിടെ നെയ്യ് എടുത്ത് മാറ്റി വെച്ചും പിന്നെ വരുന്നതിനകത്ത് കട്ടത്തൈര് വരുന്നത് എങ്ങനെയാണ്? അത് തൈരാകുന്നത് എങ്ങനെയാണ്? എത്ര ചിന്തിച്ചിട്ടും അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയാണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും പാക്കറ്റിനകത്തുമൊക്കെ പാൽ വിതരണം ചെയ്തുകൊണ്ട് 28 രൂപ, 26 രൂപ, 30 രൂപ 1/2 ലിറ്ററിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പാലിൻ്റെ അംശം എത്രയുണ്ടെന്ന് അവർ പറയുന്നില്ല. DCB ഇങ്ങനെയുള്ള വൈറ്റമിൻ കാര്യങ്ങളൊക്കെ അറിയുന്നല്ലാതെ ഇതിനകത്ത് പാൽ എത്ര ശതമാനമുണ്ട്, നെയ്യ് എത്ര ശതമാനമുണ്ടെന്ന് പറയില്ല. കാരണം ഇവരെല്ലാം ഈ നെയ്യ് എടുക്കുന്നുണ്ട് എന്നുള്ളതെന്ന് ഉറപ്പാണ്. നെയ്യ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ളത് വെറും വേസ്റ്റ് വെള്ളം മാത്രമാണ്. ഇപ്പോൾ ശരിക്ക് പറഞ്ഞാൽ കൃഷിക്കാരനെയും ഉപഭോക്താവിനെയും കബളിപ്പിക്കുകയല്ലേ എന്ന് എനിക്കൊരു സംശയമാണ്. കാരണം വെച്ചാൽ കൃഷിക്കാരന് നല്ല പാല് തന്നെ അവൻ കൊടുക്കണം. കൊടുത്താൽ മാത്രമേ അവന് കാശ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ പാല് തിരിച്ചു കൊടുത്തു വിടും. അപ്പം നെയ്യുള്ള പാൽ അവനെടുക്കും, ആണ് സൊസൈറ്റി എടുക്കുന്നത്. പക്ഷേ നമുക്ക് തരുന്ന കവർ പാലിനകത്ത് യാതൊരു ഉറപ്പും നമുക്ക് ഇല്ല. ഇവർ നെയ്യ് ആയിട്ട് പുറത്ത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഹോട്ടലുകാർക്കുള്ള പാല്, വീടുകൾക്കുള്ള പാല് പഴയ കളറിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ നെയ്യെടുത്ത പാലിനകത്ത് പിന്നെ കൊഴുപ്പ് വരുന്നതെന്ന് ആ ടെക്നിക്ക് എന്താണെന്ന് യാതൊരു സംഗതിയും പിടികിട്ടുന്നില്ല. പലപ്പോഴും ചില പാലൊക്കെ ഞങ്ങൾ വീട്ടിലൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിനകത്ത് 3-4 ദിവസമൊക്കെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും. എന്താണെന്ന് അറിയത്തില്ല. അത് ചില നാടൻ പാലിവിടെ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ സസ്യം കഴിഞ്ഞാൽ എല്ലാ ഫ്രിഡ്ജിനകത്ത് വെച്ചാലും പിറ്റേ ദിവസം ആകുമ്പോൾ അത് അഴുക്കായി പോവുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് ദിവസം കേടാകാതായിരിക്കുന്ന ടെക്നിക്കൊന്നും എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒന്ന് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഈ പാലൊക്കെ കുടിക്കുന്നത് ഭൂരിപക്ഷവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളാണ്. കൊച്ചു പിള്ളേരെ അമ്മമാരെ നിർബന്ധിച്ച് പാല് കുടിപ്പിക്കുക. ഈ നെയ്യില്ലാത്ത കൊഴുപ്പില്ലാത്ത ഈ പാല് ഇത് കേടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നൊന്നും നമുക്കറിയില്ല. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ഇതവർ കുടിച്ചാൽ അവർക്കത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നെനിക്കറിയില്ല. ഒരു കാര്യം വസ്തുതയാണ്, എൻ്റെ ചെറുപ്പകാലത്തൊന്നും കൊച്ചു കുട്ടികൾക്കൊന്നും ക്യാൻസർ വന്നതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് കുട്ടികളുടെ മാത്രം ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. കൊച്ചു കുട്ടികളുടെ മാത്രം. എന്താണ് ഇതിൻ്റെ കാരണമെന്നും എനിക്കറിയത്തില്ല. അത് പാല് കുടിച്ചിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എനിക്ക് പാൽ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഏത് ഡിപ്പാർട്ട്മെൻറ്റിനോടാണെങ്കിലും പറയാൻ കഴിയുന്നത്, നിങ്ങൾ നല്ല പാൽ വിതരണം ചെയ്യും. നിങ്ങൾക്ക് 1/2 ലിറ്റർ 28 രൂപ അല്ലെങ്കിൽ 1 ലിറ്ററിന് 56 രൂപ, അത് വേണ്ട. നിങ്ങൾ 1 ലിറ്ററിന് 100 രൂപയ്ക്ക് വിൽക്കുക. 1 ലിറ്ററിന് 100 രൂപയ്ക്ക് വിൽക്കുക. നല്ല നെയ്യുള്ള ശുദ്ധമായ പാല്, മായം ചേർക്കാത്ത പാല് 1 ലിറ്ററിന് 100 രൂപയ്ക്ക് വിൽക്കുക. അത് മേടിക്കാൻ ഇവിടെ ആളുകളുണ്ടാകും. അത് വേണ്ടാത്ത ആളുകൾക്ക് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ 28 രൂപയ്ക്ക് വിറ്റോ നെയ്യെടുത്ത പാല്. പക്ഷേ ഒറിജിനൽ പാൽ ആവശ്യമുള്ള കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തുണ്ട്. അവരോട് പറയുക, നെയ്യെടുക്കാത്ത ശുദ്ധമായ സൊസൈറ്റിയുടെ പാല് 100 രൂപ 1 ലിറ്റർ, അല്ലെ 1/2 ലിറ്റർ 50 രൂപ എന്ന് പറഞ്ഞാൽ അവർ വാങ്ങിക്കും. അതല്ല കുറച്ച് വേണ്ടവർക്ക് സെക്കൻഡ് ക്വാളിറ്റി നെയ്യെടുത്ത് പാല് എന്ന് പാലെന്ന് അവകാശപ്പെടുന്ന ഈ സാധനം കൊടുത്ത ഒരു പ്രശ്നമില്ല. ഇപ്പം നമുക്കറിയാം, ഇവിടെ പയർ, വിഷം ചേർക്കാത്ത പയറൊക്കെ വരാറുണ്ട്. മരുന്നടിക്കാത്ത പയർ കിലോ 60 രൂപ അല്ല കിലോ 80 രൂപ വരും. വിഷം ചേർത്ത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പയറുണ്ടാവും 40 രൂപ 30 രൂപ. ഈ 80 രൂപയുടെ പയർ മേടിക്കുന്ന ആളുകളുമുണ്ട്, 30 രൂപയുടെ പയർ മേടിക്കുന്ന ആളുകളുണ്ട്. വിഷം വേണ്ട എന്നുള്ളവർ അവന് 80 രൂപ കൊടുത്താൽ നല്ലത് മേടിക്കും. വിഷം ഓർത്തല്ല, പൈസ കുറച്ച് മതി എന്നുള്ള അത് കൊണ്ടുപോകും. അവൻ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അവൻ പിന്നെ ചികിത്സയ്ക്ക് അവൻ വസ്തു വെച്ചൊക്കെ പൊയ്ക്കോളും. അതുകൊണ്ട് പാലുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് പറയാനുള്ളൊരു സംഗതി, ദയവേദി കർഷകരെയും പൊതുജനങ്ങളെയും ഒരുപോലെ വഞ്ചിക്കരുത്.
കർഷകരോട് 100% കൊഴുപ്പുള്ള പാല് വേണമെന്ന് പറയും. പൊതുജനങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലാതെ നെയ്യൊക്കെ എടുത്തേച്ചുള്ള പാല് കൊടുക്കുകയും ചെയ്ത് നിർത്തുക. എന്നിട്ട് ആവശ്യമുള്ളവർക്ക് 100% നെയ്യ് എടുക്കാത്ത പാല് 100 രൂപ ലിറ്ററിന് വെച്ച് കൊടുക്കുക. അത് വേണ്ടാത്തവർക്ക് അതിലും വില കുറച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്യുന്നതല്ലേ ഒരു മര്യാദ, ഒരു ഉചിതം. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചോദിക്കുക. എങ്കിലും പൊതുജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വിഷം മേടിച്ച് കഴിക്കണോ അതോ അല്പം പൈസ കൂടിയാലും നല്ല പാല്, ശുദ്ധമായ പാല് മേടിച്ച് കഴിക്കണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും പാൽ സൊസൈറ്റികളുണ്ട്. അവിടെ കർഷകർ പാല് കൊണ്ട് കൊടുക്കുന്നവരുണ്ട്. ഒരല്പം നിന്നാൽ പോലും അവിടെ നിന്ന് ആ ഒറിജിനൽ പാല് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ആളുകൾക്ക് സുപരിചിതമല്ലാത്ത വിഷയങ്ങളാണ് ഞാൻ കൂടുതൽ ഈ ചാനലിലൂടെ നൽകുന്നത്. നിങ്ങൾക്കിതുപോലുള്ള വിഷയങ്ങൾ പറയാൻ കാണും. അതുകൊണ്ട് നിങ്ങൾ